ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടൊരു ഹൽവയാണ്. പൊതുവെ എല്ലായിടത്തും പഴം വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ അതൊരു കറുപ്പ് കളറായിട്ട് വരും. പിന്നെ അത് ആരും കഴിക്കാതെ വെറുതെ അവിടെ കിടക്കും. അപ്പോൾ അങ്ങനെ വെറുതെ ആക്കി കളയാതെ നമുക്ക് ആ പഴം വെച്ചിട്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും ടേസ്റ്റ് അങ്ങനെ നന്നായിട്ട് പഴുത്ത പഴം വെച്ചിട്ട് ഉണ്ടാക്കാനാണ്. അപ്പം പൊതുവേ കുട്ടികളൊന്നും കറുപ്പ് കളറായാൽ കഴിക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്കതിനെ ഹൽവയാക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 4 പഴമാണ് എടുത്തിരിക്കുന്നതൊക്കെ ഇതേപോലെ നന്നായിട്ട് കറുത്ത് പോയിട്ടിട്ട് പൊതുവേ എങ്ങനെയാകുമ്പോൾ വെറുതെ കിടക്കുകയായി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ബദാമാണ്. അത് നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഒരു കൈപ്പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഈ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത ആ പഴം 4 പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് നമുക്കിതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചൊന്ന് നന്നായിട്ട് നമ്മുടെ ഈ നെയ്യിലിട്ടൊന്ന് വഴിച്ചെടുക്കുമ്പോഴേക്ക് അത് നന്നായിട്ട് കുഴഞ്ഞങ്ങ് വരും. കണ്ടോ, അതിൻ്റെ ആ ഒരു സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതിനെ ഒരു ലൂസ് പരിവാക്കി എടുക്കുക. വല്ലാതെ ലൂസാക്കാതെ കുറച്ചൊരു ടൈറ്റാക്കി നമ്മുടെ ഈ മൈദയൊക്കെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ലൂസാക്കി എടുക്കുക. ഈ രീതിയിൽ നന്നായിട്ട് നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പഴം മാത്രമാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഹൽവേൻ്റെ ഫുൾ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മൈദയും കൂടെ കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അവിടെ എവിടെയും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈദയല്ലേ, അപ്പം ചൂടാകുന്ന സമയത്ത് പെട്ടെന്ന് കട്ട കിട്ടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അത് 1 കപ്പ് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ പൊടിച്ച ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ശർക്കര ഒന്ന് മെൽറ്റായി വരുന്നവരെ അതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അധികം ടൈമൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഈ പഴം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ വെറുതെ ആക്കാതെ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ഈ ശർക്കര മാത്രമല്ല കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും കൂടെയാണ് ഞാനിവിടെ ചേർത്തത്. നമ്മൾ ശർക്കരയും പഞ്ചസാരയും ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ശർക്കര ചേർക്കുന്നത്. കൂടെ പഞ്ചസാര ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പം നല്ല രസമാണ്. നമ്മൾ പൊതുവേ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ശർക്കരയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ അതിന് നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് ശർക്കരയും പഞ്ചസാരയും കൂടി ചേർക്കുന്ന സമയത്ത്. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മുടെ ആ ഒരു ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഹൽവ പെട്ടെന്ന് റെഡിയായി വരാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടൈമിൽ നിങ്ങൾക്ക് മധുരമൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് കുറച്ചുകൂടെ മധുരം വേണം. അപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഹൽവ ഉണ്ടാക്കുമ്പം ഇങ്ങനെ കുറച്ചധികം നേരം മിക്സ് ചെയ്യണം. അത് നമുക്ക് ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങണം. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഇളക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്പൂണിൻ്റെ മുകളിലൊക്കെ കയ്യിൻ്റെ മുകളിലൊക്കെ അത് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ അധികം പറ്റി പിടിക്കാതെ അതിങ്ങനെ വിട്ട് വരും. അതാണ് ആ ഒരു ഹൽവേൻ്റെ ഒരു സ്റ്റൈല്.
ഈ ഒരു ടൈമിൽ കണ്ടോ നമ്മുടെ ഈ മിക്സർ നന്നായിട്ട് ഒരു ലൂസായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഇളക്കുന്ന ഈ കയ്യിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ച് കിടക്കും. അപ്പം ഈ ഹൽവ ആയി തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുക, നന്നായിട്ട് ടൈറ്റായിട്ട് വരും. അപ്പം അതിൻ്റെ ഈ കയ്യിൻ്റെ മുകളിലൊന്നും അധികം പറ്റി പിടിക്കാതെ നന്നായിട്ട് ടൈറ്റായിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നെയ്യൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങും. കണ്ടോ, നമുക്ക് കാണാം പാനിലേക്ക് നെയ്യ് ഇങ്ങനെ വേറെ മാറി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള പണിയേ ഉള്ളൂ. നമ്മളിത് ഒരു പ്ലേറ്റ് എടുത്തു, അതിലേക്ക് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഹൽവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്ന ഒരു റൗണ്ടോ ഇനി ചതുരോ ഏത് രീതിയിലാച്ചാൽ നിങ്ങൾക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിനെ റെഡിയാക്കി എടുക്കുകയാണ്. നെയ്യുള്ളതുകൊണ്ട് നമുക്ക് വേഗം ആക്കി കിട്ടും. ഇതൊക്കെ നിങ്ങൾ ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ, കൈ വെച്ചിട്ടല്ല സ്പൂൺ വെച്ചിട്ട് വേണേൽ ചെയ്യുക. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിൽ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിൽ നിന്നുള്ള ആ നെയ്യൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം നെയ്യൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ നിന്ന് എല്ലാം മാറ്റി എടുത്താൽ മതി. അപ്പം അതേപോലെ ഒരു നല്ലൊരു ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ സ്പൂണോ എന്തെങ്കിലും ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ബദാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യോ കിസ്മിസൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, ഞാൻ ബദാം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യോ ഒക്കെ യൂസ് ചെയ്യുക. ഞാൻ ബദാം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതായത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. ഒന്നൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനെ മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആരും പഴം കറുത്ത് പോയെന്ന് പറഞ്ഞത് കളയാൻ നിൽക്കണ്ട, ഇതേപോലെ ഹൽവ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടം, വളരെ ടേസ്റ്റി ആയ ഒരു ഐറ്റമാണ്. വെറുതെ ഇത് ഷോപ്പിൽ പോയൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.